ശാന്തമായി ഒഴുകുകയാണ് പാടി തീർത്ഥം. ആ പവിത്രതയെ സംരക്ഷിച്ചുകൊണ്ട് പാടിക്കുന്നിൽ ഒരു ഇക്കോ പാർക്കും ഒരുങ്ങി. 15 ഏക്കറോളം സ്ഥലത്ത് വിനോദത്തിനും കാർഷിക സംസ്കൃതിയുടെ സംരക്ഷണത്തിനുമായി ഏബിൾ വില്ലേജ് ഒരുക്കിയിരിക്കുകയാണ് ക്ഷീര കർഷകൻ കൂടിയായ കെ പ്രതീഷ്. മയ്യിൽ പാടിക്കുന്ന് റോഡരികിലാണ് ഏബിൾ വില്ലേജ്. 16 രാവിലെ 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏബിൾ വില്ലേജ് നാടിന് സമർപ്പിക്കും. അഡ്വഞ്ചർ കേവാണ് പാർക്കിലെ പ്രധാന ആകർഷണം. പാടിയിലെ പ്രകൃതിദത്തമായ ഗുഹ വിപുലീകരിച്ചാണ് അഡ്വഞ്ചർ കേവ് ഒരുക്കിയത്. വിദേശ ഇനത്തിൽപ്പെട്ട പക്ഷികളും ഇവിടെയുണ്ട്. ബേർഡ് ഫീഡിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. ഭീമൻ മത്സ്യങ്ങൾ അടക്കമുള്ള അണ്ടർ വാട്ടർ ടണലും കാണികളുടെ മനം കവരും. പ്രകൃതിക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ പാടി തീർത്ഥം അടക്കം സംരക്ഷിച്ചുകൊണ്ടാണ് ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം പാർക്ക് സജ്ജമാക്കിയതെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ. പാടി തീർത്ഥം പൂർണ്ണമായും അതിൻ്റെ പവിത്രത നിലനിർത്തുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഉത്ഭവം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇടതുവശത്ത് അതിൻ്റെ അങ്ങോട്ട് പോകാനുള്ള കവാടം അതിലോട്ട് കയറി നമുക്ക് പോകാൻ പറ്റും. അത് നിങ്ങൾ പോയോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു വള്ളിപ്പടർപ്പും തികച്ചും അത് പരിശുദ്ധമായ ഒരു പ്രദേശം തന്നെയാണ്. അപ്പം അത് പിന്നെ നമ്മൾ മറ്റൊരു ഭൂമിയിലാണ്. അതിന് നമുക്കുള്ള അവകാശമില്ല അതിനുള്ളിൽ. പക്ഷെ അത് പോകുന്ന ഈ സ്ഥലം അതിന് പവിത്രത നിലനിർത്താൻ വേണ്ടി ഇരുവശവും നമ്മൾ ചെങ്കല്ലിട്ട് കെട്ടി അതിൻ്റെ പൂർണ്ണമായും പവിത്രത നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രീതിയാണ്. ഒരു ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ പൂർണ്ണമായും അതിൻ്റെ പവിത്രതയും ഒക്കെ പിന്നെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്തും അതുപോലെ തന്നെ നാച്ചുറൽ കല്ലുകൊണ്ട് തന്നെ കെട്ടി അത് സംരക്ഷിക്കും. ഏഷ്യയിലെ മികച്ച ഇക്കോ പാർക്കുകൾ സന്ദർശിച്ച് അതിന്റെ നല്ല വശങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് ഏബിൾ വില്ലേജ് ഒരുക്കിയിട്ടുള്ളതെന്ന് MD കെ പ്രതീഷും പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ ഒരു മികച്ച വിനോദ വിജ്ഞാന കേന്ദ്രം എന്നതായിരുന്നു ലക്ഷ്യം. കാർഷിക മേഖലയിലേക്ക് പുതുതലമുറയെ കൂടി അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് സജ്ജമാക്കിയത്. പാർക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും. മീൻ വളർത്തലിനായി വിശാലമായ കുളവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അത് കറിവെച്ച് കഴിക്കാനും സൗകര്യമുണ്ട്. പാർക്കിൽ എത്തുന്നവർക്ക് മികച്ച അനുഭവമായിരിക്കും പെറ്റ് സ്റ്റേഷൻ. നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയാണ് ഈ സംരംഭത്തിന് ലഭിച്ചതെന്നും നിരവധി പേർക്ക് തൊഴിൽ അവസരം ഒരുക്കാനായെന്നും MD കെ പ്രതീഷ് വ്യക്തമാക്കി. പാടിക്കുന്ന് കുളച്ചേരി പിന്നെ ഈ ചെറിയ പ്രദേശത്ത് തന്നെ വെച്ചാൽ വളരെയധികം തൊഴിലില്ലായ്മ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു പരസ്യമോ കാര്യമോ കൊടുക്കാണ്ട് നൂറുകണക്കിന് ആളുകളാണ് ചില തൊഴിലിലേക്ക് വരുന്നത്, തൊഴിൽ ആവശ്യപ്പെട്ട് വരുന്നത്. അപ്പോൾ അത്രയധികം തൊഴിലില്ലായ്മയുള്ളൊരു സ്ഥലം ആണ് ഇത് ശരിക്കും പറയുന്നത്. 100-ലധികം എന്ന് വെച്ചാൽ ആൾക്കാർ നമ്മളിപ്പം ആയി പെൻഡിങ് തന്നെ എന്ന് വെച്ചാൽ അതേ മെമ്പർമാർ പിന്നെ പുറത്ത് കിടക്കുന്നുണ്ട്. ഒരാശ്രയമില്ലാത്ത സ്ത്രീകൾക്ക് 5 പശുക്കുട്ടീനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിർധനരായ സ്ത്രീകൾക്ക് ഇപ്പം ഭർത്താവ് മരണപ്പെട്ട് അങ്ങനെ അവർ ജീവിക്കാൻ വഴിയില്ലാതെ കൂടുതലുണ്ടാവും. മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കൂടിയാണ് ഫാമിങ്ങിലൂടെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാൻ വെറും ലാഭം മാത്രം നോക്കിയിട്ടല്ല ഈ പശു വളർത്തലും കൃഷിയും നോക്കുന്നത് പറഞ്ഞാൽ എൻ്റെ മാനസിക ഉല്ലാസത്തിനാണ്. അപ്പോൾ അതേപോലെ ഏതെങ്കിലും നിർധനരായ സ്ത്രീകളുണ്ടെങ്കിൽ നമ്മൾ പശുക്കുട്ടീനെ കൊടുത്തിട്ട് അവർ വളർത്തിയിട്ട് നമ്മൾ തിരിച്ച് വാങ്ങിക്കുന്ന ഒരു സംവിധാനം. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും, പക്ഷേ നമ്മൾ തിരിച്ച് വാങ്ങിക്കുമ്പോൾ വില കൊടുത്ത് വാങ്ങിക്കും. 200 രൂപയാണ് പാർക്കിലേക്കുള്ള പ്രവേശന ഫീസ്. കുതിരസവാരി, കുട്ടികളുടെ പാർക്ക് എന്നിങ്ങനെ വേറിട്ട അനുഭവം പാർക്ക് സമ്മാനിക്കും. ഭാവിയിൽ ടൂറിസ്റ്റുകൾക്ക് പാടിയിൽ തന്നെ താമസിക്കാനുള്ള കോട്ടേജുകളും സജ്ജമാക്കും.
വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമാക്കി ഏബിൾ വില്ലേജിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് കോർഡിനേറ്റർമാരായ വിനോദ് കണ്ടക്കൈ, CP ശിവദാസൻ, KC ബിജുമോൻ, അനിൽ ഒഡേസ എന്നിവരും പറഞ്ഞു. ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.